Hello everyone, welcome to Daily News Analysis by Pathways Academy. So, in the we discuss the topics, Article 99 of UN Charter, Basic Structure Doctrine, CDSCO, Belt and Road Initiative, India's growing neighborhood dilemmas, increasing suicide rates, places in news site, Seychelles, and Pain-Ganga River. So, one by one over topic. So, first topic, Article 99 of UN Charter. So, in the news, നമുക്കറിയാം ഇപ്പോൾ ഓൺഗോയിങ് മിഡിൽ ഈസ്റ്റ് നടക്കുന്ന ക്രൈസിസ്, ഇസ്രായേലിൻ്റെ ഗാസയിലുള്ള നടക്കുന്ന അറ്റാക്സ്, അതിന് കാരണമായിട്ടുണ്ടായിരുന്ന ഹമാസ് ഇസ്രായേൽ പ്രശ്നങ്ങൾ, കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വളരെയധികം ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിരുന്നു. അവിടെ നടക്കുന്ന ഗാസയിൽ നടക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ്, അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ, സ്ത്രീകളൊക്കെ മരണപ്പെടുന്നുണ്ട്. അപ്പോൾ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഭയങ്കരമായിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ യുണൈറ്റഡ് നേഷൻസ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു ക്രിറ്റിസിസം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബേസിക്കലി നമ്മുടെ UN സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ ഗുട്ടറസ് ആർട്ടിക്കിൾ 99, UN ചാർട്ടറിൻ്റെ അകത്ത് തന്നെ ആർട്ടിക്കിൾ 99, അതായത് സെക്രട്ടറി ജനറലിനുള്ള ഒരു വിവേചനാധികാരമാണ്, അത് ഇൻവോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 99 പറയുന്നത് ഇങ്ങനെയാണ്: The Secretary General may bring to the attention of the Security Council any matter which, in his opinion, may threaten the maintenance of international peace and security. ഇതാണ് ആർട്ടിക്കിൾ 99 ഓഫ് UN ചാർട്ടർ പറയുന്നത്. അതായത് നമ്മുടെ സെക്രട്ടറി ജനറലിൻ്റെ ഒരു വിവേചന അധികാരമാണ്. അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിഷൻ അനുസരിച്ച് എനി ഇമ്പോർട്ടൻറ്റ് മാറ്റർ കൺസേണിങ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, അത് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ മുമ്പാകെ അദ്ദേഹത്തിന് ഉന്നയിക്കാം. സെക്യൂരിറ്റി കൗൺസിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് UN വർക്കിംഗ് ഒക്കെ അറിയാവുന്നതാണ്. 5 പെർമനൻറ്റ് മെമ്പേഴ്സ്, 10 അതല്ലാതെ ടെമ്പററി ആയിട്ട് സൈക്ലിക്കലായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന മെമ്പർഷിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അതിൻ്റെ അകത്ത് തന്നെ പെർമനൻറ്റ് 5 വീറ്റോ അധികാരങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത് പാസ്സാവുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നമുക്കറിയാം P5 അകത്തുള്ള പെർമനൻറ്റ് 5 അകത്തുള്ള USA UK ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, വോട്ടിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെ അനുകൂലിക്കാനാണ് സാധ്യതകളൊക്കെ. അപ്പം എനിവേ വാട്ടെവർ, അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സന്ദർഭങ്ങളിൽ മാത്രമേ ഈ ആർട്ടിക്കിൾ 99 ഇൻവോക്ക് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്: UN സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ ഗുട്ടറസ് ഇൻവോക്ക് ദ റെയർലി യൂസ്ഡ് പ്രൊവിഷൻസ് ഓവർ ദ ക്രൈസിസ് ഇൻ ഗാസ. അപ്പോൾ ആർട്ടിക്കിൾ 99 UN ചാർട്ടറിൻ്റെ പറയുന്നത് ഇതാ കാര്യമാണ്. പിന്നെ UN ചാർട്ടർ എന്താണെന്ന്? ദ UN ചാർട്ടർ ഈസ് ദ ഫൗണ്ടിങ് ഡോക്യുമെന്റ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ്. UNൻ്റെ ഒരു ഭരണഘടന പോലെ. Based on the powers conferred through it, the UN can take action on a wide variety of issues. The charter is considered an international treaty, meaning UN member states are bound by it. However, in practice, there is little that member countries can be forced to do. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നു. ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി ഇപ്പോൾ നമുക്ക് ഫോഴ്സ് ചെയ്ത് സീസ് ഫയർ ഉണ്ടാക്കുക എന്നുള്ളതല്ല, പക്ഷേ ഒരു പ്രഷർ കൊടുക്കാൻ പറ്റും ഇസ്രായേലിൻ്റെ മേത്ത്. ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഫയറിങ് അറ്റാക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ബൊംബാർഡിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിർത്താൻ വേണ്ടിയുള്ള ഒരു പ്രഷർ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ റയർലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊവിഷനാണ് ആർട്ടിക്കിൾ 99 ഓഫ് UN ചാർട്ടർ. സെക്രട്ടറി ജനറലിൻ്റെ ഡിസ്ക്രിഷനിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ UNൻ്റെ വർക്കിങ്ങും എല്ലാം നിങ്ങൾ ഇതിനോട് അനുബന്ധിച്ച് തന്നെ ഓർക്കുക, പഠിക്കുക. സെക്യൂരിറ്റി കൗൺസിൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുക. അപ്പോൾ കുഡ് ദ ഇൻവൊക്കേഷൻ ഇമ്പാക്ട് ദ കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഇതുകൊണ്ട് ആ ഓൺഗോയിങ് ക്രൈസിസിന് ഉണ്ടായേക്കാവുന്ന ഒരു ഇമ്പാക്റ്റ്. According to Reuters, the United Arab Emirates gave the United Nations Security Council a brief draft resolution based on this letter, demanding an immediate humanitarian ceasefire in the conflict. Diplomats said the UAE aims to put the text to a vote on Friday, when the council is due to be briefed by Guterres on Gaza. To be adopted, a resolution needs at least 9 votes in favor and no vetoes by the 5 permanent members: United States, Russia, China, France or Britain, it said. അപ്പോൾ നമുക്കറിയാം P5 അകത്തുള്ള ആരെങ്കിലും വീറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ റെസൊല്യൂഷൻ പാസ്സാകില്ല. എന്നിരുന്നാൽ കൂടി അതൊരു ഇൻ്റർനാഷണൽ സ്പിയറിൽ ഇത് ഇസ്രായേലിൻ്റെ മേത്തൊരു പ്രഷർ ഉണ്ടാക്കും. However, it is unlikely that the vote will see permanent members unanimous support. The US and the Britain have expressed support for Israel's military actions since October 7. അപ്പോൾ P5 US-ഉം UK ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ വോട്ടിങ്ങിലൊരു യുണാനിമസ് ആയിട്ടുള്ള റെസൊല്യൂഷനെ അംഗീകരിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം.
അപ്പോൾ പക്ഷേ എന്നിരുന്നാൽ പോലും പാസ്സായില്ലെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് അവിടെ നടക്കുന്നു എന്നുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊന്ന് ഒരു പ്രഷർ ചെലുത്തുന്നതിന്, ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു പ്രഷർ ചെലുത്തുന്നതിന്, സീസ് ഫയർ ലെവലിൽ ഒരു പ്രഷർ ചെലുത്തുന്നതിന് ഇത് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ഒക്ടോബർ 7 നടന്ന ഹമാസ് അറ്റാക്ക്, അതിനുശേഷം നടന്ന ഇസ്രായേലി റിട്ടാലിയേഷൻ, അതിനുശേഷം നടന്ന ഈ പറഞ്ഞ ബോംബാർഡ്മെൻറ്റ് നടക്കുന്നതും ഹോസ്പിറ്റൽസ് അടക്കം ആക്രമിക്കപ്പെടുന്നതും കുട്ടികളടക്കം മരിക്കുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് വളരെ റെയർലി ആയിട്ടുള്ള ഭയങ്കര ഗ്രേവ് സിറ്റുവേഷൻസിൽ മാത്രം ഉപയോഗിക്കുന്ന സെക്രട്ടറി ജനറലിൻ്റെ വിവേചനാധികാരത്തിലുള്ള ആർട്ടിക്കിൾ 99 ഇപ്പോൾ ഇൻവോക്ക് ചെയ്തിരിക്കുന്നു. അതാണ് കാര്യം. ഇതിൻ്റെ ബൈൻഡിങ് ആയിട്ട് ഇതുകൊണ്ട് കാര്യങ്ങൾ നടക്കുമെന്നല്ല, ഒരു പ്രഷർ ചെലുത്താൻ ഉപകാരപ്പെടും. അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഓർത്ത് വെക്കേണ്ടത്. അടുത്തത് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനാണ്. അപ്പോൾ എന്തുകൊണ്ട് അത് ന്യൂസിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുപ്രീം കോർട്ട് മേക്സ് വീഡിയോ ഓൺ കേശവാനന്ദ ഭാരതി ജഡ്ജ്മെൻറ്റ് അവൈലബിൾ. നമുക്കറിയാം ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ആദ്യമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നത്, അതിൻ്റെ കൺസെപ്റ്റ് ആദ്യമായിട്ട് സുപ്രീം കോർട്ട് പറയുന്നത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിലാണ്. അപ്പോൾ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്കറിയാം, ഒരു 13 ജഡ്ജസ് ഉള്ള ഏറ്റവും വലിയ ബെഞ്ചായിരുന്നു. അവരുടെ ആ ജഡ്ജ്മെൻറ്റ് ഇപ്പം ജഡ്ജ്മെൻറ്റിൻ്റെ വീഡിയോ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. ഹിന്ദിയിൽ മാത്രമല്ല, തെലുഗു, തമിഴ്, ഒഡിയ, മലയാളം, ഗുജറാത്തി, കന്നഡ, ബംഗാളി, ആസാമീസ് ആൻഡ് മറാത്തി. അപ്പോൾ അതുകൊണ്ടാണ് ന്യൂസ് വന്നത്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ നിങ്ങൾ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ്റെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് വെക്കുക. എന്താണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ, അമെൻഡ്മെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഭരണഘടനാ ഭേദഗതികൾ, എല്ലാ കാര്യങ്ങളും ഭേദഗതി ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പോൾ ദ കൺസെപ്റ്റ് ഓഫ് ബേസിക് സ്ട്രക്ചർ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ദ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് ഇൻ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ് 1973. ഒരു ഈയിടെയും ഒക്കെ ഇത് ന്യൂസിലുണ്ടായിരുന്നു, ഒരു 2 years ഇടയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇതിന് കാരണക്കാരനായ കേശവാനന്ദ ഭാരതി അന്തരിച്ച ശേഷവും അത് ന്യൂസിൻ്റെ അകത്തുണ്ടായിരുന്നു. എനിവേ, സിൻസ് അഡോപ്ഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റ്സ് ഹവ് സ്റ്റാർട്ടഡ് റിഗാർഡിംഗ് ദ പവേഴ്സ് ഓഫ് ദ പാർലമെന്റ് ടു അമെൻഡ് കീ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം നമ്മുടെ പാർലമെന്റിന് ഭരണഘടനയെ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരമുണ്ടോ, ഉണ്ടെങ്കിൽ അത് എവിടെ വരെ ഭേദഗതി ചെയ്യാം എന്നതൊക്കെ പല ജഡ്ജ്മെന്റ്സ് വന്ന് അങ്ങനെയാണ് ലാസ്റ്റ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനിൽ എത്തുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് as of now ഇപ്പോൾ പറയുന്നത് എന്താ, ദ പാർലമെന്റ് ക്യാൻ അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സച്ച് ദാറ്റ് ദ said amendment doesn't violate the basic structure of the constitution. ഇപ്പം ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ ഹനിക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം ഭരണഘടനയിലെ ഏത് ഭാഗം വേണമെങ്കിലും ഭേദഗതി നടത്താം. പക്ഷേ അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബേസിക് സ്ട്രക്ചർ എന്താണെന്നുള്ളത് സുപ്രീം കോർട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. പല ജഡ്ജ്മെൻറ്റ്സിലൂടെയാണ് ബേസിക് സ്ട്രക്ചർ എന്താണ് എന്നുള്ളത് വരുന്നത്. ഇപ്പം സെക്യുലറിസം, ഫെഡറൽ നേച്ചർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. അത് ഭരണഘടനയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നതുമല്ല, സുപ്രീം കോർട്ട് കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞതുമല്ല. അതത് കേസുകൾ വരുമ്പോഴാണ് ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ വഴിയാണ് എന്തൊക്കെയാണ് ബേസിക് സ്ട്രക്ചർ എന്നുള്ള കാര്യം സുപ്രീം കോർട്ട് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇതാണ് നമ്മളത് എൻ്റെ ന്യൂസ് പോയിന്റ് ഓഫ് വ്യൂ. ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഇൻ കേശവാനന്ദ ഭാരതി കേസ് റൂൾഡ് ബൈ എ 7-6 വെർഡിക്റ്റ്. നമുക്കറിയാം, അന്ന് 13 പേരുടെ ഒരു ജഡ്ജസിൻ്റെ ഒരു ബെഞ്ചായിരുന്നു. ഒരു വേഫർ തിൻ മജോറിറ്റിയിലാണ് അത് പാസ്സായത്. എനിവേ 7-6 വെർഡിക്റ്റ് ആയിരുന്നു. ദാറ്റ് ദ പാർലമെന്റ് കുഡ് അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സോ ലോങ് as it did not alter or amend the basic structure or essential features of the constitution. However, the court did not define the term basic structure and only listed a few principles, federalism, secularism, democracy, as being its part. The basic structure doctrine has since been interpreted to include അപ്പോൾ പല റൂളിങ്സുകളിലൂടെ as of now ഇതൊക്കെ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗങ്ങളാണെന്ന് സുപ്രീം കോർട്ട് പറഞ്ഞിട്ടിരിക്കുന്നു. സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ പരമാധികാരം, the rule of law, independence of the judiciary, doctrine of separation of powers, sovereign democratic republic, parliamentary system of government, principle of fair and free elections, welfare state. ഇതെല്ലാം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളാണ്. ഈ ബേസിക് സ്ട്രക്ചറിൽ വരുന്ന കാര്യങ്ങളെ ഹനിക്കാതെ വേണം ഭരണഘടനാ ഭേദഗതികൾ നടക്കാൻ. Any amendments to the constitution should be such that it doesn't violate the basic structure of the constitution. അപ്പോൾ എന്തൊക്കെയാണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നതും കോടതി തന്നെയാണ്. അത് ഓരോരോ പർട്ടിക്കുലർ കേസുകളിലാണ്, അതത് കേസുകൾ വരുമ്പോഴൊക്കെയാണ് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ബേസിക് സ്ട്രക്ചർ വരുന്നത് എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങൾ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ നിങ്ങൾ ഇന്ത്യൻ പോളിറ്റിയിൽ വളരെ കാര്യമായിട്ട് തന്നെ പഠിക്കുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ഇതാണ് സുപ്രീം കോർട്ട് മേക്സ് എ വീഡിയോ ഓൺ ദ കേശവാനന്ദ ഭാരതി ജഡ്ജ്മെൻറ്റ് അവൈലബിൾ. അപ്പോൾ ഈ ബേസിക് സ്ട്രക്ചറിനെ പറ്റിയുള്ള ഡിബേറ്റ്സും ഈയിടെയാണെന്നുണ്ടെങ്കിൽ ന്യൂസിലുണ്ടായിരുന്നു. വൈസ് പ്രസിഡന്റ് നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെ. സോ ഇതെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങളത് നോക്കുക. ഇതാണ് അതിൻ്റെ ന്യൂസ് ആർട്ടിക്കിൾ. സോ അടുത്തത് CDSCO. നിങ്ങൾക്കറിയാം, സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനാണ് CDSCO. അപ്പോൾ എന്തുകൊണ്ടാണ് ന്യൂസിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6% ഓഫ് കഫ് സിറപ്പ് സാമ്പിൾസ് ഫെയിൽ എക്സ്പോർട്ട് ക്വാളിറ്റി ടെസ്റ്റ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സോഫ്റ്റ് പവറിൽ ഒന്ന് തന്നെയാണ്. ഇന്ത്യ ഫാർമസി ഓഫ് ദ വേൾഡ് എന്നാണ്. അതാകാനുള്ള ഒരു പ്രയത്നത്തിലാണ്. നമ്മുടെ ഈ പറഞ്ഞ പോലെ ലോ കോസ്റ്റിൽ വാക്സിൻസ് അതുപോലെ തന്നെ മരുന്നുകളൊക്കെ ഈ ആഫ്രിക്കൻ നേഷൻസിലോട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിലേക്കൊക്കെ ഇന്ത്യൻ കമ്പനീസ് കയറ്റുമതി ചെയ്യുന്നുണ്ട്, ഒരുപാട് ആഫ്രിക്കൻ നേഷൻസിലോട്ടൊക്കെ. പക്ഷേ റീസെൻ്റ്ലി ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, പല പല ആഫ്രിക്കൻ നേഷൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഗാംബിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ പലയിടത്തും ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കഫ് സിറപ്സ്, പർട്ടിക്കുലർലി കഫ് സിറപ്സ്, അതിൻ്റെ ക്വാളിറ്റിയിലും ഒക്കെ പ്രശ്നങ്ങൾ വന്നു. കുട്ടികളുടെ മരണത്തിന് വരെ അത് കാരണമാക്കി എന്ന് പറയുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ WHO ഒക്കെ തന്നെ ഇടപെടേണ്ട ഒരു ഇതൊക്കെ വന്നു. അപ്പോൾ ഒരു ഗ്ലോബൽ സിനറിയോയിൽ, ഒരു ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഗുഡ് വില്ലിനെയൊക്കെ അത് ബാധിച്ചു. അതിനുശേഷം ഈ CDSCO അവരാണ് നമ്മുടെ ഇതിൻ്റെ നോഡൽ ബോഡി. നമ്മുടെ ഡ്രഗ്സ്, കോസ്മെറ്റിക്സ്, ഡയഗ്നോസ്റ്റിക്സ് അതിൻ്റെയൊക്കെ ഇന്ത്യയിലെ നോഡൽ ബോഡി. അപ്പോൾ അവർ കുറച്ചുകൂടെ മെഷേഴ്സൊക്കെ സ്ട്രിഞ്ചൻ്റ് ആക്കി. ഇപ്പോൾ നമ്മുടെ 6% ഓഫ് സിറപ്പ് സാമ്പിൾസ് ഫെയിൽ എക്സ്പോർട്ട് ക്വാളിറ്റി ടെസ്റ്റ്. അതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. റീസെൻറ്റ് ഡേറ്റ ഫ്രം ദ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ഷോസ് ദാറ്റ് അറ്റ്ലീസ്റ്റ് 6% ഓഫ് ദ കപ്പ് സിറപ്പ് സാമ്പിൾസ് ഫ്രം 54 Indian manufacturers failed a mandatory quality test for export. CDSCO is a regulatory body for cosmetics, pharmaceuticals and medical devices. അപ്പോൾ ഇന്ത്യയിലെ നമ്മുടെ റെഗുലേറ്ററി ബോഡി റിഗാർഡിംഗ് ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് എല്ലാം CDSCO ആണ്, സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. അതിൻ്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. സോ ജസ്റ്റ് കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. CDSCO, which comes under the Ministry of Health and Family Welfare, is the main body which works on development of regulatory procedures and standards for drugs, cosmetics, diagnostics and devices. It lays down regulatory guidance by amending acts and rules and regulates new drug approval processes. ഇവർ തന്നെയാണ് പുതിയൊരു ഡ്രഗ് അപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സ് റെഗുലേറ്റ് ചെയ്യുന്നത് CDSCO ആണ്. ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇറ്റ്സ് മെയിൻ ഒബ്ജക്റ്റീവ് ഇസ് ടു സ്റ്റാൻഡർഡൈസ് ക്ലിനിക്കൽ റിസർച്ച് ആൻഡ് ബ്രിങ് സേഫർ ഡ്രഗ്സ് ടു ദ ഇന്ത്യൻ മാർക്കറ്റ്. ഇന്ത്യൻ മാർക്കറ്റ് എന്ന് മാത്രമല്ല, ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നു, ഫോറിനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഒരു സോഫ്റ്റ് പവറിൻ്റെ ഭാഗമാണ് നമ്മുടെ ഫാർമസി ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത്. പക്ഷേ വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ നമുക്ക് എല്ലാവർക്കും ഹെൽത്ത് കെയർ ആക്സസിബിൾ ആക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റിയിലും ശ്രദ്ധ വെക്കണം. നമ്മുടെ WHO തന്നെ ഒരു റെഡ് ഫ്ലാഗ് ഉയർത്തുന്ന ഒരു ഘട്ടം വന്നിരുന്നു. പ്രത്യേകിച്ച് ചില ഇന്ത്യൻ കമ്പനീസിൻ്റെ കപ്പ് സിറപ്പൊക്കെ കഴിച്ച് കുട്ടികളുടെ മരണത്തിന് വരെ ഇടയായി എന്നുള്ള ഒരു വസ്തുതയൊക്കെ വെച്ചുകൊണ്ട് തന്നെ. സോ അതിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വേണം നമ്മളിത് നോക്കാൻ. ഇനിയും ഈ നമ്മുടെ ക്ലിനിക്കൽ ട്രയൽസ്, ഡ്രഗ് റെഗുലേഷനൊക്കെ അനുബന്ധിച്ചുള്ള വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദ ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ DCGI is responsible for giving regulatory permissions for the conduct of clinical trials and is responsible for the approval of marketing license for drugs in India. അപ്പം CDSCO എന്താണ്, DCGI എന്താണ്, CDSCO ആണ് റെഗുലേറ്ററി ബോഡി. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഓർത്തിരിക്കുക. ഇനിയും ഇത് ഏതൊക്കെ പർട്ടിക്കുലർ മിനിസ്ട്രിയുടെ കീഴിലാണ് എന്നുള്ളത് നിങ്ങൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. CDSCO നമ്മൾ മുമ്പേ കണ്ടു, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിലാണ്. സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ഹെഡഡ് ബൈ ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ. അത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിലാണ്. അതുപോലെ തന്നെ പക്ഷേ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിങ് അതോറിറ്റി, അവരാണ് ഇതിൻ്റെ വിലയൊക്കെ തീരുമാനിക്കുന്നത്. മീൻസ് വില ഇൻ ദ സെൻസ് ജനറിക് മെഡിസിൻസിൻ്റെയൊക്കെ ആ ക്യാപ്പിംഗ് ഒക്കെ തീരുമാനിക്കുന്നത്. അത് പക്ഷേ മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ കീഴിലാണ്, നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിങ് അതോറിറ്റി. അതുപോലെ തന്നെ ഇതിൻ്റെ പേറ്റൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ കീഴിലാണ്, കൺട്രോളർ ജനറൽ ഓഫ് പേറ്റൻറ്റ്. ഇനിയും ഇതിൻ്റെ റിസർച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നത്
CSIRൻ്റെ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിൻ്റെ ലബോറട്ടറീസിലൊക്കെയാണ്. അത് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിലാണ്. ഇനി ഇതിന് വേണ്ട എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് ഒക്കെ കൊടുക്കുന്നത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ക്ലൈമറ്റ് ആൻഡ് ഫോറസ്റ്റ് ചേഞ്ച് ആണ്. അപ്പോൾ ഈ ഡിഫറൻസിയേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ടീ ബോർഡ്, കോഫി ബോർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏത് പർട്ടിക്കുലർ മിനിസ്ട്രിയുടെ കീഴിലാണ് എന്നുള്ള, അതായത് നമുക്കൊരു സംശയം വരാൻ സാധ്യതയുള്ളതൊക്കെ പ്രിലിംസിന് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഏത് മിനിസ്ട്രിയുടെ കീഴിലാണെന്നൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് തന്നെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. നമ്മൾ എപ്പോഴും ന്യൂസിൽ കാണുന്നതാണ്. ചൈനയുടെ വളരെ കൊളോസലായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. അപ്പോൾ ഇന്ത്യ അതിൻ്റെ അകത്തുനിന്ന് വിട്ടു നിൽക്കുന്നു. അതിനോട് ഭാഗമായിട്ട് തന്നെയാണ് CPEC, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ. അത് നമ്മുടെ POKയിലൂടെ, പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് ഇത് ന്യൂസിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒൺലി മേജർ വെസ്റ്റേൺ നേഷൻ ടു ജോയിൻ, ഇറ്റലി ലീവ്സ് ചൈനാസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. അപ്പോൾ യൂറോപ്യൻ യൂണിയനിലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഇറ്റലി മാത്രമായിരുന്നു ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ ഭാഗമായിരുന്നത്. ബെൽറ്റ് ആൻഡ് റോഡ് 2019 അവർ ജോയിൻ ചെയ്തിരുന്നു. 2024 വരെ ആയിരുന്നു അതിൻ്റെ കരാറ്. അതിനുശേഷം ഇപ്പോൾ നമുക്കറിയാം ഇറ്റലിയിൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ഒക്കെ വന്നു. ഇന്ത്യ ഇറ്റലി റിലേഷൻസിൻ്റെ അകത്തൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു. ഇറ്റലിയിലെ പുതിയ PM ഒക്കെ വന്നു. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബാക്ക്ഡ്രോപ്പിലാണ് ഇറ്റലി ഒഫീഷ്യലി ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ നിന്ന് വിഡ്രോ ചെയ്തു. അപ്പോൾ ഇറ്റലി ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ്, അംബീഷ്യസ് ആയിട്ടുള്ള ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ നിന്ന് ഇറ്റലി ഒഫീഷ്യലി വിഡ്രോൺ ചെയ്തു. അപ്പോൾ അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇറ്റലിയിലുണ്ടായ പൊളിറ്റിക്കൽ ചേഞ്ചസ് ഉണ്ട്, പുതിയ ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. അപ്പം ജസ്റ്റ് ഇത് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ഇറ്റലി ഹാസ് ഒഫീഷ്യലി ഇൻഫോംഡ് ചൈന ദാറ്റ് ഇറ്റ് ഈസ് ലീവിംഗ് ദ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്, ഡിസ്മിസിംഗ് ഫിയേഴ്സ് ദ ഡിസിഷൻ കുഡ് സോർ റിലേഷൻസ് ആൻഡ് ഡാമേജ് ദ ഇറ്റാലിയൻ എക്കണോമി. അപ്പോൾ ഇവർ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ, 2019 ജോയിൻ ചെയ്ത സമയത്ത് തന്നെ US-ൻ്റെ ഒക്കെ ഒരു എതിർപ്പുണ്ടായിരുന്നു. ഇറ്റലി ഇതിൽ ചൈനയുടെ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യുന്നതിനോടൊക്കെ, കോപ്പറേറ്റ് ചെയ്യുന്നതിനോടൊക്കെ. എനിവേ അതിനുശേഷം വന്ന ഗവൺമെൻറ്റിൻ്റെ ചേഞ്ചും കാര്യങ്ങളൊക്കെ കാരണം അവരിപ്പോൾ ഒഫീഷ്യലി അതിൻ്റെ അകത്തുനിന്ന് വിഡ്രോ ചെയ്തിരിക്കുന്നു. അപ്പം എന്താണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്? ദ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് റെപ്രസെൻറ്റ്സ് എ മൾട്ടിഫസേറ്റഡ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി എയിംഡ് അറ്റ് എൻഹാൻസിംഗ് ഗ്ലോബൽ കണക്ടിവിറ്റി ആൻഡ് കോഓപ്പറേഷൻ. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2013 and aims to link Southeast Asia, Central Asia, the Gulf region, Africa and Europe through a network of land and sea routes. നിങ്ങൾക്ക് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇപ്പോൾ പാകിസ്ഥാനും നമ്മുടെ ബംഗ്ലാദേശും ശ്രീലങ്കയും ഒക്കെ അതിൻ്റെ പാർട്ടായിട്ടുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇന്ത്യ അതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ കൺസേൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയെ സറൗണ്ട് ചെയ്ത് വരുന്നു, എല്ലായിടത്തും ചൈനീസ് പ്രസൻസ് വരുന്നു. അതുപോലെ തന്നെ ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടുള്ള ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, അത് POKയിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സോവറിനിറ്റിയൊക്കെ, ഡിസ്പ്യൂട്ടഡ് ഏരിയ ആണ്, സോവറിനിറ്റിയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. ഒക്കെയുള്ളതാണ് ഇന്ത്യയുടെ കൺസേൺസ്. എനിവേ, ദ പ്രൊജക്ട് വാസ് ഫസ്റ്റ് നെയിം ദ വൺ ബെൽറ്റ് വൺ റോഡ് ഇനീഷ്യേറ്റീവ് ബട്ട് റീനെയിംഡ് ദ BRI ടു കൺവേ എ മോർ ഓപ്പൺ ആൻഡ് ഇൻക്ലൂസീവ് ഇനീഷ്യേറ്റീവ് ആസ് ഒപ്പോസ് ടു എ ചൈനീസ് ഡോമിനേറ്റഡ് വൺ. ആദ്യം അത് വൺ ബെൽറ്റ് വൺ റോഡ് എന്നായിരുന്നു, പിന്നെ അത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്നൊക്കെ ആക്കി. അതിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്കൽ റീസൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ചൈനയുടെ ഒരു അസേഷൻ പേരിൽ നിന്ന് മാറാൻ വേണ്ടിയാണ്. എനിവേ, ദി ഇനീഷ്യേറ്റീവ് ഇൻക്ലൂഡ്സ് 2 പ്രിൻസിപ്പൽ കമ്പോണൻസ്, ദ സിൽക്ക് റൂട്ട് എക്കണോമിക് ബെൽറ്റ് ആൻഡ് മാരിടൈം സിൽക്ക് റോഡ്. അപ്പം റോഡ് മുഖേനയും അതുപോലെ തന്നെ കടൽ മുഖേനയുമുള്ള ഒരു കണക്ടിവിറ്റി, മൾട്ടിഫസേറ്റഡ് കണക്ടിവിറ്റി പ്രൊജക്റ്റാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇതാണ് അതിൻ്റെ ഒരു പ്രപ്പോസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാന്. നമുക്കറിയാം, അത് പല ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, അതുപോലെ തന്നെ ചൈന മംഗോളിയ റഷ്യ എക്കണോമിക് കോറിഡോർ, ബംഗ്ലാദേശ് ചൈന മ്യാൻമാർ എക്കണോമിക് കോറിഡോർ, അങ്ങനെ പല പാർട്ടുകളുണ്ട്. അപ്പോൾ ഇതായിരുന്നു ചൈനയുടെ പ്രപ്പോസ്ഡ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇറ്റലി ഇപ്പോൾ വിഡ്രോ ചെയ്തിരിക്കുന്നു. ഇറ്റലി മെമ്പർ ആയിരുന്നു 2019 മുതൽ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇറ്റലി ഇപ്പോൾ വിഡ്രോ ചെയ്തിരിക്കുന്നു. അതാണ് ന്യൂസിൻ്റെ അകത്ത് വന്നത്. അതിൻ്റെ കാരണങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ അടുത്ത നമ്മൾ പോകുന്ന ടോപ്പിക് ഇന്ത്യാസ് ഗ്രോയിങ് നെയ്ബർഹുഡ് നൈലമാസ്. അപ്പോൾ ഇത് ദ ഹിന്ദുവിൻ്റെ അകത്ത് വന്ന ഒരു ആർട്ടിക്കിളാണ്, എഡിറ്റോറിയൽ പേജിൽ വന്ന ഒരു ആർട്ടിക്കിളാണ്. നിങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും ഇതൊന്ന് വായിച്ചിരിക്കുന്ന നല്ലതാണ്. ഹാപ്പിമോൻ ജേക്കബ് നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ട് കാണും, JNUവിലെ പ്രൊഫസറാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. എന്താണെന്നുണ്ടെങ്കിലും വായിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്.
ഇൻ്റർനാഷണൽ റിലേഷൻസ് ഒക്കെ ആയിട്ടും മെയിൻസിനോടൊക്കെ അനുബന്ധിച്ചും നിങ്ങൾക്ക് എന്താണെന്നുണ്ടെങ്കിലും വളരെ ഉപകാരപ്പെടുന്ന ഒരു ആർട്ടിക്കിളാണ്. സോ ഇതിൻ്റെ അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അതും നമ്മൾ മുമ്പേ കണ്ടതുമായിട്ട് ചൈനയുടെ ഗ്രോയിങ് പ്രസൻസ്, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ്. നമുക്കറിയാം പണ്ടായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബിഗ് ബ്രദർ ഒരു അപ്രോച്ചൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ത്യ ആക്ട് ഈസ്റ്റ് പോളിസി, നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു. സാർക്കൊക്കെ വന്നു. അതിനുശേഷം സാർക്കിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പ്രോമിനൻസ് ഒക്കെ കുറഞ്ഞു. അതിന് പകരമായിട്ട് ബിംസ്റ്റെക് പോലത്തെ അത് വന്നു. അതുപോലെ തന്നെ ചൈനയുടെ പ്രസൻസ് ഇന്ത്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ വളരെ കൂടുന്നുണ്ട്. ബംഗ്ലാദേശിലാണെന്നുണ്ടെങ്കിലും ശ്രീലങ്കയിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പുതിയ നമ്മുടെ മാൽദീവ്സിലാണെന്നുണ്ടെങ്കിലും പുതിയ ഗവൺമെൻറ് ചേഞ്ച് ഒക്കെ ഉണ്ടായി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. എന്താണെന്നുണ്ടെങ്കിലും വായിച്ചിരിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് ആർട്ടിക്കിൾ മാത്രം. ന്യൂഡൽഹിസ് ഡൈലമാസ്, ദ കോസസ്. In general, there are 3 types of dilemmas that India faces in the neighborhood. One, the rise of politically anti-India regimes in South Asia. Anti-India regimes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം പുതിയ മാലദ്വീപിയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഇതിന് മുമ്പത്തെ ഗവൺമെൻറ് കുറച്ചുകൂടെ ഒരു പ്രോ ഇന്ത്യൻ ആയിരുന്നു. ഇപ്പോഴത്തെ ഗവൺമെൻറ് കുറച്ചുകൂടെ ചൈനയോട് അടുത്ത് നിൽക്കുന്നതാണ് മാലദ്വീപ്സിൽ വന്നത്. അപ്പോൾ അതുപോലെ തന്നെ പലയിടത്തായിട്ടും അങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ ബംഗ്ലാദേശിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഗവൺമെൻറ് ചേഞ്ചൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെൻറ്റൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു ഇന്ത്യയോട് അത്ര കണ്ട് സൗഹൃദപരമല്ലാത്തൊരു ഗവൺമെൻറ് വരാനുള്ള സാധ്യതയുണ്ട്. ആ കാര്യങ്ങളാണ്. രണ്ടാമത്തേത് ഇതിൻ്റെ അകത്ത് തന്നെ പറയുന്നത് ബീജിങ്ങിൻ്റെ ഗ്രോയിങ് ഇൻഫ്ലുവൻസ് ഇൻ സൗത്ത് ഏഷ്യ. നമുക്കറിയാം ചൈനയുടെ ഒരു ഡെപ്റ്റ് ട്രാപ്പ് ഡിപ്ലോമസി, ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ്. ചൈന ഭയങ്കരമായിട്ടും ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ശ്രീലങ്കയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഹമ്പന്തോട്ട പ്രോജക്റ്റ്, മാൽദീവ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചൈനീസ് പ്രസൻസ് വളരെ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ BRI, ദ ഗ്രോയിങ് എൻടാങ്കിൾമെൻറ്റ് ഓഫ് ദ റീജിയൻ സ്മോളർ സ്റ്റേറ്റ്സ് ഇൻ ദ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ആൻഡ് അതർ ചൈനീസ് പ്രോജക്ട്സ്. Beijing's assiduous outreach to South Asian states when the rest of the international community abandons or avoids them for normative or other reasons, as was the case with Taliban-led Afghanistan. അപ്പോൾ നമുക്കറിയാം താലിബാൻ ടേക്ക് ഓവറിൻ്റെ ശേഷമാണെന്നുണ്ടെങ്കിലും അവരുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഒക്കെ ആദ്യം സ്ഥാപിച്ച രാജ്യങ്ങളൊന്ന് ചൈനയായിരുന്നു. അതുപോലെ തന്നെ മ്യാൻമാറുമായിട്ടാണെന്നുണ്ടെങ്കിലും ചൈന ഈ പറഞ്ഞ പോലെ അവിടെ മിലിറ്ററി ടേക്ക് ഓവർ ചെയ്തപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിലും ചൈന ആയിരുന്നു അവരുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഒക്കെ ആയിട്ട് മുന്നിൽ നിന്ന്. അതുപോലെ തന്നെ ശ്രീലങ്കയ്ക്കാണെന്നുണ്ടെങ്കിലും ശ്രീലങ്കയുടെ ക്രൈസിസിൻ്റെ ഒരു കാരണം ചൈനയുടെ ഡെപ്റ്റ് ട്രാപ്പ് ഡിപ്ലോമസിയാണ്. എന്നിരുന്നാൽ കൂടി ഈ പറഞ്ഞതുപോലെ തന്നെ ഫണ്ടിങ്ങും ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സും ഒക്കെ വരുന്നു. ഇനിയും ഇന്ത്യ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ കാര്യമായിട്ടും നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയുടെ കാര്യമായിട്ടും ഇന്ത്യൻ പ്രസൻസ് ഇവിടെയൊക്കെ നമുക്കറിയാം. അഫ്ഗാനിസ്ഥാനിൽ ഇതിന് മുമ്പത്തെ ഗവൺമെൻറ് ഇരുന്നപ്പോൾ അവിടുത്തെ അവരുടെ പാർലമെൻറ്റ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ, അതുപോലെ തന്നെ ഡാംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് കീഴിലുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞതുപോലെ ചൈനയുടെ പ്രസൻസ് അവിടെയൊക്കെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ചൈന ഇന്ത്യ ഒഴിച്ചുള്ള ബാക്കി കൺട്രീസൊക്കെ ആയിട്ടുള്ള ബോർഡർ ഡിസ്പ്യൂട്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെയൊക്കെ പറഞ്ഞു തീർക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഭൂട്ടാൻ. പക്ഷേ ഇന്ത്യയുമായിട്ടുള്ള നമുക്കറിയാം അക്സായ് ചിനിലെ കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ അരുണാചലിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ കാര്യങ്ങളും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മുടെ ഫോറിൻ പോളിസി വരാൻ. ആ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഇനിയും ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണ് എന്നുള്ളതും കൂടെ പറഞ്ഞിട്ടാണ് ആർട്ടിക്കിൾ അവസാനിപ്പിക്കുന്നത്. വാട്ട് ക്യാൻ ബി ഡൺ? ടു ബിഗിൻ വിത്ത്, it is time India made a mental switch and acknowledged that South Asia and its balance of power have changed fundamentally. അപ്പോൾ ചൈനയുടെ ഗ്രോയിങ് പ്രസൻസ് ഇവിടെ ഉണ്ട്, അവർ ഇൻഫ്ലുവൻഷ്യൽ ആണ് എന്നുള്ള വസ്തുത അംഗീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ആദ്യത്തെ കാര്യം. ഇനിയും സെക്കൻഡ്ലി, ന്യൂഡൽഹി മസ്റ്റ് പ്രൊആക്റ്റീവ്ലി പെർസ്യൂ ദി ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഫ്രണ്ട്ലി എക്സ്റ്റേണൽ ആക്ടേഴ്സ് ഇൻ ദ റീജിയൻ. അടുത്തത്, ഇന്ത്യൻ ഡിപ്ലോമസി മസ്റ്റ് ബി ഫ്ലെക്സിബിൾ ഇനഫ് ടു എനേബിൾ മൾട്ടിപ്പിൾ ആക്ടേഴ്സ് ഇൻ ഈച്ച് ഓഫ് ദ നെയ്ബറിംഗ് കൺട്രീസ്. അതുപോലെ തന്നെ ലാസ്റ്റ് പറയുന്നത് ഒരു കാര്യമുണ്ട്, നമ്മുടെ മോർ ഹാൻഡ്സ് ഫോർ ഇറ്റ്സ് ഡിപ്ലോമാറ്റിക് പെർസ്യൂട്ട്സ്. അതായത് നമുക്കറിയാം, നമുക്ക് പഠിക്കുന്ന ഇന്ത്യൻ ഫോറിൻ സർവീസിലുള്ള കേഡർ സ്ട്രെങ്ത് വളരെ കുറവാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ 1.4 ബില്യൺ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യത്തിൻ്റെ ഡിപ്ലോമസിക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ ഡയസ്പോറ എല്ലാ രാജ്യങ്ങളിലും ഉള്ളതാണ്. അപ്പം അതിനുതകുന്ന ഒരു കേഡർ സ്ട്രെങ്ത് അല്ല ഉള്ളത്. അപ്പോൾ ആ ഷോർട്ടേജ് ഓഫ് ഡിപ്ലോമാറ്റിക് പേഴ്സണൽ അതും അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ. അപ്പം വളരെ നല്ലൊരു ആർട്ടിക്കിളാണ്. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കണം. അടുത്തത്, ഇൻക്രീസിങ് സൂയിസൈഡ് റേറ്റ്സ്. എന്തുകൊണ്ട് ന്യൂസ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ
നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ക്രൈം ഇൻ ഇന്ത്യ ഫോർ 2022 റിപ്പോർട്ട് പ്രകാരം ഉണ്ടായിരിക്കുന്ന കുറച്ച് ട്രെൻഡ്സുകളാണ്. അപ്പം നമുക്കറിയാം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എന്താണ്, അവരാണ് ഇതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ വാസ് സെറ്റപ്പ് ഇൻ 1986 അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് to function as a repository of information on crimes and criminals so as to assist the investigators in linking crime to the perpetrators. ഇവരുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണ്. അതിൻ്റെ അകത്തുള്ള പുതിയ 2022 റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കുറച്ച് ട്രെൻഡ്സുകളൊക്കെ, അപ്പം സൂയിസൈഡ് റേറ്റ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇൻ 2022 ഇന്ത്യ വിറ്റ്നസ്ഡ് എ സിഗ്നിഫിക്കൻറ്റ് സർജ് ഇൻ സൂയിസൈഡ്സ് ടോട്ടലിംഗ് ഓവർ 1.7 lakh cases, reflecting a concerned increase of 4.2% compared to 2021. അപ്പോൾ ഇന്ത്യയിലെ സൂയിസൈഡ് റേറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുന്നുണ്ട് എന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുന്നത്. The suicide rate also increased by 3.3%, calculated as the number of suicides per lakh of the population. അപ്പോൾ അബ്സല്യൂട്ട് ടേംസിലും കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ പെർ ലാക്കിലുള്ള നമ്പർ ഓഫ് സൂയിസൈഡ്സും കൂടിയിട്ടുണ്ട്. മേജർ കോസസ് ഇൻക്ലൂഡ് ഫാമിലി പ്രോബ്ലംസ്, മാരേജ് റിലേറ്റഡ് പ്രോബ്ലംസ്, ബാങ്ക്രപ്സി ആൻഡ് ഇൻഡെപ്റ്റഡ്നസ്, എംപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് ആൻഡ് ഇൽനസ്. നിങ്ങൾക്കറിയാം അതിൻ്റെ അകത്ത് തന്നെ പല സോഷ്യൽ ക്ലാസ്സുകൾക്കിടയിലുള്ള സൂയിസൈഡ് റേറ്റ്സിനെ പറ്റിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. വുമൻ്റെ ഇടയിൽ അത് കൂടുന്നുണ്ടോ, മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ അത് കൂടുന്നുണ്ടോ, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ അത് കൂടുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് പറയുന്നുണ്ട്. ജസ്റ്റ് ആ ട്രെൻഡ്സ് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. അബ്സല്യൂട്ട് നമ്പേഴ്സ് ഒന്നും പഠിക്കാൻ പോകണ്ട, പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല, പക്ഷേ ആ ട്രെൻഡ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. അതിനോടനുബന്ധിച്ച് തന്നെ ക്രൈം റേറ്റ് അതിൻ്റെ അകത്ത് കുറഞ്ഞിട്ടുണ്ട് അബ്സല്യൂട്ട് ടേംസിൽ. ദ ക്രൈം റേറ്റ് പെർ ലാക്ക് പോപ്പുലേഷൻ ഡ്രോപ്ഡ് ഫ്രം 445.9 in 2021 to 422.2 in 2022. The decline is considered a more reliable indicator considering the impact of population growth on absolute crime numbers. അപ്പോൾ ക്രൈം റേറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ സൈബർ ക്രൈംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം കൂടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഡിജിറ്റൽ ഇന്ത്യയോടൊക്കെ അനുബന്ധിച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ തന്നെ ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റിലാണെങ്കിലും, അതുപോലെ തന്നെ ഇപ്പോൾ കേരള പോലീസിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആർ ബി ഐ തന്നെയും പല ബാങ്കുകളും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, OTP ഷെയർ ചെയ്യരുത്, CVV ഷെയർ ചെയ്യരുത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഡിജിറ്റലായിട്ടുള്ള കുറ്റകൃത്യങ്ങളും വളരെ കൂടുന്നുണ്ട്. അത് എക്കണോമിക് റിലേറ്റഡ് ആയിട്ടും അല്ലാതെയും ഡീപ് ഫേക്സ് അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. അപ്പം സൈബർ ക്രൈംസിൽ ഒരു റൈസ് ഉണ്ടാകുന്നുണ്ട്. സൈബർ ഫ്രോഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ majority of registered cases followed by extortion and sexual exploitation. The crime rate under this category rose from 3.9 in 2021 to 4.8 in 2022. Cybercrime reported surged by 24.4%, totaling 65,893 cases, a significant surge from 52,974 cases in 2021. അപ്പോൾ ഒരു ഇൻക്രീസ് ഉണ്ടായി, വലിയ ഇൻക്രീസ് തന്നെയാണ്, സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അബ്സല്യൂട്ട് നമ്പേഴ്സ് ഒന്നും ഓർത്ത് വെക്കണ്ട, പക്ഷേ ഇൻക്രീസ് ഉണ്ടാകുന്നുണ്ട്. എവിടെയൊക്കെയാണ് ഇൻക്രീസ് ഉണ്ടാകുന്നത്, എവിടെയൊക്കെയാണ് ഡിക്രീസ് ഉണ്ടാകുന്നത്, എന്താണ് NCRB എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അടുത്തത് പെയിൻഗംഗ റിവർ. അപ്പോൾ പെൻഗംഗ റിവർ എന്നൊക്കെ പറയുന്ന മഹാരാഷ്ട്രയിലുള്ള ഒരു നദിയാണ്. അതെന്തുകൊണ്ട് ന്യൂസിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊട്ടസ്റ്റ് സ്റ്റേജ്ഡ് അഗെയിൻസ്റ്റ് പ്രൊപ്പോസ്ഡ് ഡാം ഓൺ പെയിൻഗംഗ റിവർ. അപ്പോൾ അതിനെതിരെ ഒരു പ്രൊപ്പോസ്ഡ് ഡാം കൺസ്ട്രക്ഷനെതിരെ അവിടെ ഒരു പ്രൊട്ടസ്റ്റ് വരുന്നു. അതുകൊണ്ടാണ് അത് ന്യൂസിൽ വന്നത്. അപ്പോൾ ജസ്റ്റ് അത് ഇതിലെയാണ് ഒഴുകുന്നത്, അതിൻ്റെ കോഴ്സ് എങ്ങനെയാണ്, ആ റിവറിൻ്റെ കോഴ്സ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ദ പെയിൻഗംഗ റിവർ ഓർ പെൻഗംഗ റിവർ ഇസ് എ ചീഫ് റിവർ ഓഫ് ദ Yautmal district in Maharashtra and flows along the southeast boundaries of the district in a winding, meandering course. What is the origin? It originates in the Ajanta Hills in Aurangabad district in Maharashtra. It is a major tributary of the Wardha river, the other major river in the district. അപ്പോൾ അതിൻ്റെ ആ കോഴ്സ് എവിടെയാണ്, അതിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ എവിടെയാണ്, അതിൻ്റെ ഡ്രെയിനേജ് ഏരിയ എവിടെയാണ് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പെൻഗംഗ റിവർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് അക്യൂട്ട്ലി ഡീപ് റൂട്ടഡ് ആൻഡ് ഡിഫിക്കൽട്ട് ടു നാവിഗേറ്റ്. നാവിഗേഷൻ ഒന്നും അത്ര പോസിബിൾ അല്ല. ടോട്ടൽ ലെങ്ത് ഓഫ് ദ റിവർ ഒക്കെ കൊടുത്തിട്ടുണ്ട്, 676 കിലോമീറ്റർ. അബ്സല്യൂട്ട് നമ്പേഴ്സ് ഒന്നും ഓർത്തിരിക്കേണ്ട. അതൊരു നമ്മുടെ പെനിൻസുലാർ റീജിയനിലുള്ള ഒരു നദിയാണ്. എവിടെയാണ് അതിൻ്റെ ഡ്രെയിനേജ് കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. അപ്പോൾ അവിടെ ഒരു ഡാം കൺസ്ട്രക്ഷൻ വരുന്നു. അപ്പോൾ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ഒക്കെ വന്നതുകൊണ്ട് ന്യൂസിൽ വന്നതുകൊണ്ട് നമ്മൾ ആ റിവറിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഹിമാലയൻ റിവേഴ്സ്, പെനിൻസുലാർ റിവേഴ്സ്, അതിൻ്റെ അകത്ത് തന്നെ വെസ്റ്റ് ഫ്ലോയിങ്, ഈസ്റ്റ് ഫ്ലോയിങ് എല്ലാം പഠിക്കുന്നതാണ്. അതിനോടനുബന്ധിച്ച് തന്നെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ റിവേഴ്സൊക്കെ ന്യൂസിൽ കാണുവാണെന്നുണ്ടെങ്കിൽ, അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് അല്ലെന്നുണ്ടെങ്കിൽ പോലും ന്യൂസിൽ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തി വെക്കുക. അടുത്തത് പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് സെയ്ഷൽസ് ആണ്. സെയ്ഷൽസ് നമുക്കറിയാം, ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യൻ ഓഷനിലുള്ള
ഒരു ആഫ്രിക്കയുടെ ഈസ്റ്റേൺ കോസ്റ്റിലുള്ള മഡഗാസ്കറിൻ്റെ ഒക്കെ മുകളിലായിട്ടുള്ള ഒരു ചെറിയൊരു ഐലൻഡ് ഗ്രൂപ്പാണ്. വളരെ ഫേമസ് ആണ്. ഫേമസ് ഇൻ ദ സെൻസ് ഇന്ത്യൻസൊക്കെ ഒരുപാട് ടൂറിസത്തിന് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ഗ്രൂപ്പാണ്. ഇന്ത്യക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ മാൽദീവ്സിലോട്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ സീഷൽസ് വരെയൊക്കെ പോകുന്നുണ്ട്. ഹണിമൂൺ ഡെസ്റ്റിനേഷനൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇപ്പം ചൂസ് ചെയ്യുന്ന ഒരു ഐലൻഡ് ഗ്രൂപ്പാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡ് ഗ്രൂപ്പാണ്. ഇന്ത്യൻ ഓഷൻ റീജിയൻ്റെ തന്നെ ആഫ്രിക്കയുടെ ഈസ്റ്റേൺ കോസ്റ്റിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ന്യൂസിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി ഇൻ സീഷൽസ് ആഫ്റ്റർ എക്സ്പ്ലോഷൻ ഫ്ലഡ്. അത് അവർക്ക് ഈ പറഞ്ഞ പോലെ കുന്മേ കുരു എന്ന് പറഞ്ഞ പോലെ അവിടെ ഒരു എക്സ്പ്ലോഷൻ, അതായത് എക്സ്പ്ലോസീവ് ഒക്കെ സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരിടത്ത് ഒരു വലിയൊരു എക്സ്പ്ലോഷൻ നടന്നു. നമുക്കറിയാം ദ്വീപാണ്, ചെറിയ ദ്വീപാണ്. അപ്പോൾ ആകെപ്പാടെ അവിടെ കാഷ്വാലിറ്റീസിൻ്റെ കാര്യങ്ങൾ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ കൂടിയും ഭയങ്കരമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ അവിടെ ഭയങ്കര മഴയോടനുബന്ധിച്ച് തന്നെ ഫ്ലഡ്സും ഒക്കെ ഉണ്ടായി. അപ്പോൾ മൊത്തത്തിൽ അവിടെ ഒരു എമർജൻസി സിറ്റുവേഷൻ അവരുടെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. അതാണ് ന്യൂസിൽ വരാൻ കാരണം. ഇതാണ് ന്യൂസ്. Cracks along a road in the aftermath of the massive explosion at an industrial area in the main island in Mahi on Thursday. അപ്പോൾ ഇതാണ് മാഹി ഐലൻഡ്. അവിടെയാണ് അതിൻ്റെ ക്യാപിറ്റൽ വിക്ടോറിയ ഒക്കെ ഉള്ളത്. ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്. ഇതാണ് മെയിൻ ഐലൻഡ്. എമർജൻസി ഇൻ സീഷൽസ് ആഫ്റ്റർ എക്സ്പ്ലോഷൻ ഫ്ലൂട്ട്. എ ബ്ലാസ്റ്റ് അറ്റ് ആൻ എക്സ്പ്ലോസീവ് സ്റ്റോർ wrecked buildings and caused massive damage to an industrial zone on the Seychelles main island Mahi, officials said, prompting the president to declare a state of emergency on Thursday. The blast shook the islands as heavy rains triggered flooding which killed 3 people. The president told reporters on Thursday, calling for a minute of silence. അപ്പോൾ ഇങ്ങനെ ന്യൂസിൽ വന്നിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ സെയ്ഷൽസിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്, ഒരു എമർജിങ് ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ദ്വീപ് സമൂഹമാണ്. ആഫ്രിക്കയുടെ ഈസ്റ്റേൺ കോസ്റ്റിലാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു എക്സ്പ്ലോഷൻ നടന്നു. അതോടൊപ്പം തന്നെ അവിടെ ഫ്ലഡിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ സെയ്ഷൽസിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പോപ്പുലേഷൻ കൺസിഡറബിൾ ആയിട്ടുണ്ട് താനും. ഇന്ത്യൻ ഡയസ്പോറ അവിടെ കൺസിഡറബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ടൂറിസം മെയിൻ വരുമാന മാർഗ്ഗമായിട്ടുണ്ട്. ഇന്ത്യൻ ടൂറിസ്റ്റുകൾ അവിടെ വിസിറ്റ് ചെയ്യുന്നത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ അകത്ത് എടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു ഡേറ്റ ആണ്. India has an important link with Seychelles in the form of Indian nationals who have been among the earliest inhabitants of the islands, mostly from Tamil Nadu and later on from Gujarat, who came as petty traders, labor, construction workers and more recently as professionals. അപ്പം ഇന്ത്യൻ ഡയസ്പോറ അവിടെ ഉണ്ട്. പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തമിഴ് പോപ്പുലേഷൻ, ഗുജറാത്തി ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പണ്ട് മുതലേ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ സെറ്റിലായി. അവിടുത്തെ നാഷണാലിറ്റി ഉള്ള ആൾക്കാർ, ഇന്ത്യൻ ഒറിജിനിലുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി കംപ്രൈസ് Seychelles of Indian origin in their first or second generations or even older. 3 തലമുറ മുമ്പ് മുതലേ അങ്ങോട്ട് പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ടുഗദർ ദേ കോൺസ്റ്റിറ്റ്യൂട്ട് അറൗണ്ട് 7% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ. അപ്പോൾ ഇന്ത്യൻ ഡയസ്പോറ ടോട്ടൽ പോപ്പുലേഷൻ്റെ 7%, വളരെ പോപ്പുലേഷൻ കുറഞ്ഞ ഒരു രാജ്യമാണ്. അതിൻ്റെ ടോട്ടലിൻ്റെ 7%ഓളം ഇന്ത്യൻ ഒറിജിനുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ അവിടെ ടെമ്പിൾസ് ഉണ്ട്, തമിഴ്, അതുപോലെ ഇന്ത്യൻ ഫെസ്റ്റിവൽസ് ആയിട്ടുള്ള ഹോളി, ജന്മാഷ്ടമി, ദസറ, ദീപാവളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. തമിഴ് കലണ്ടറിൻ്റെ അനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ ഏത് രാജ്യം എടുത്താലും ഇൻ ജനറൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇന്ത്യൻ ഡയസ്പോറ ഉണ്ടാവും. അപ്പോൾ ഇവിടെയും അതിന് മാറ്റമൊന്നുമില്ല, കൺസിഡറബിൾ എമൗണ്ട് ഉണ്ട്. അപ്പോൾ അത് ന്യൂസ് വരാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവരുടെ മെയിൻ ഐലൻഡിൽ ഒരു എക്സ്പ്ലോഷൻ നടന്നു. ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചർ ലോസ് ഒക്കെ ഉണ്ടായി. നമുക്ക് ഫർദർ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു എമർജൻസി സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്യപ്പെട്ടു. അതാണ് കാര്യം. സോ വിത്ത് ദിസ് നമ്മുടെ ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.